യുവഭാരത് സംരംഭം ഇന്ന് രാജ്യവ്യാപകമായ യുവജന പ്രസ്ഥാനമായി വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് യുവാക്കളെ ഒരേ വേദിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഈ സംരംഭത്തിന് കഴിഞ്ഞു എന്നും അദ്ദേഹം വിലയിരുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾ ഏറ്റെടുത്തിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളും സാമൂഹിക ഇടപെടലുകളും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. വികസിത ഭാരത് സംവാദം മുതൽ വികസിത സജീവ ഗ്രാമ പദ്ധതി വരെ വിവിധ മേഖലകളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം മാതൃകാപരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ പുരോഗതിക്ക് യുവാക്കൾ നൽകുന്ന സംഭാവന അഭിമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസിത ഭാരത് യുവ നേതൃ സംവാദം ആരംഭിച്ചതിന്റെ ലക്ഷ്യവും പ്രധാനമന്ത്രി വിശദീകരിച്ചു. ആശയവിനിമയ ശൃംഖലകളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ നേരിൽ മനസ്സിലാക്കാൻ യുവാക്കളെ പ്രേരിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ലഡാക്ക് എന്നിവിടങ്ങളിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് യുവാക്കളെ അയച്ച് അവിടുത്തെ ജീവിതം അടുത്തറിയാനുള്ള അവസരമാണ് ഒരുക്കിയത്. ലക്ഷക്കണക്കിന് അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് പ്രാദേശിക ജീവിത രീതിയും സംസ്കാരവും ദേശസ്നേഹബോധവും അനുഭവിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യത്യസ്ത സംസ്കാരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയം കൂടുതൽ ശക്തിപ്പെടുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിന് മുൻപ് രാജ്യത്തിന്റെ വിവിധ അതിർത്തി മേഖലകളിലൂടെ നടത്തിയ യാത്രകളുടെ ഓർമ്മകളും പ്രധാനമന്ത്രി പങ്കുവച്ചു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുമായി രൂപപ്പെട്ട ആത്മബന്ധവും ഓരോ വർഷവും സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന പതിവും അദ്ദേഹം അനുസ്മരിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ യുവാക്കൾ പങ്കുവച്ച അനുഭവങ്ങൾ തന്റെ അനുഭവങ്ങളുമായി ഏറെ സാമ്യമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസത്തോടനുബന്ധിച്ച് രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ധീര സൈനികരെ അദ്ദേഹം ആദരിച്ചു. ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലും സൈനികർ കാട്ടിയ ധീരതയും അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ദേശസ്നേഹവും യുവാക്കൾക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിർത്തി ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ ഗ്രാമങ്ങളുടെ പുരോഗതി രാജ്യത്തിന്റെ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾ രാജ്യത്തിന്റെ താഴെ തട്ടിലുള്ള ജീവിതാവസ്ഥകളെ നേരിൽ മനസ്സിലാക്കുമ്പോൾ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് കൂടുതൽ വിശാലമാകുമെന്നും അതിലൂടെ രാജ്യസേവനത്തിനുള്ള അവരുടെ പ്രതിബദ്ധത വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിർത്തി മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും രാജ്യസ്നേഹത്തോടെ ജീവിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ മനോവീര്യം അദ്ദേഹം പ്രശംസിച്ചു. ഒരു കാലത്ത് റോഡും വൈദ്യുതിയും ആശുപത്രിയും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളെ രാജ്യത്തിന്റെ അവസാന ഗ്രാമങ്ങൾ എന്ന നിലയിലാണ് കണ്ടിരുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്നാൽ അവിടുത്തെ ജനങ്ങളുടെ ആത്മവിശ്വാസവും ദേശീയബോധവും എക്കാലവും അചഞ്ചലമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ പുതിയ സമീപനത്തിന്റെ ഭാഗമായി അതിർത്തി ഗ്രാമങ്ങളെ ഇനി അവസാന ഗ്രാമങ്ങളായി കാണുന്നില്ലെന്നും രാജ്യത്തിന്റെ ആദ്യ ഗ്രാമങ്ങൾ എന്ന നിലയിലാണ് പരിഗണിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ആദ്യം ഉദിക്കുന്ന സൂര്യപ്രകാശത്തെയും ദേശീയ പതാകയും സ്വീകരിക്കുന്നത് ഈ ഗ്രാമങ്ങളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റോഡുകൾ, വൈദ്യുതി, ശുദ്ധജലം, പാചകവാതക സൗകര്യം, അതിവേഗ വിവരവിനിമയ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന വികസനങ്ങൾ ഈ മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും കൃഷിയിലും വലിയ മാറ്റം സൃഷ്ടിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ ചിന്താഗതി മാറ്റമാണ് അതിർത്തി പ്രദേശങ്ങളുടെ വളർച്ചയ്ക്ക് പുതിയ ദിശ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഫലമായി അതിർത്തി ഗ്രാമങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടതായി പ്രധാനമന്ത്രി വിലയിരുത്തി. വിനോദസഞ്ചാര രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായതോടെ ഒരു കാലത്ത് ആളൊഴിഞ്ഞിരുന്ന ഗ്രാമങ്ങൾ ഇന്ന് സജീവ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക തൊഴിലവസരങ്ങൾക്കും കുടുംബ വരുമാന വർധനയ്ക്കും ഈ മാറ്റങ്ങൾ സഹായമായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈബ്രന്റ് വില്ലേജ് പദ്ധതി ഈ വികസന പ്രക്രിയയ്ക്ക് കൂടുതൽ വേഗം നൽകിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര ഒരു വിനോദസഞ്ചാരം മാത്രമല്ല, രാജ്യത്തിന്റെ ആത്മാവിനെ അടുത്തറിയാനുള്ള അനുഭവമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾ യുവാക്കളെ സ്വീകരിച്ചത് ആതിഥ്യ മര്യാദയോടൊപ്പം സാംസ്കാരിക സമ്പത്തും ദേശീയബോധവും പങ്കുവച്ചുകൊണ്ടാണെന്നും മോദി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു പഠനമുറിയിലും ലഭിക്കാത്ത ജീവിത പാഠങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ യുവാക്കൾ ഇത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നും സുഹൃത്തുക്കളെയും അതിലേക്ക് പ്രേരിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അതിർത്തി വിനോദസഞ്ചാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് യുവജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ യുവാവിനും സ്വന്തം അനുഭവങ്ങൾ കുറഞ്ഞത് 100 പേരോടെങ്കിലും പങ്കുവെക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പ്രാദേശിക സംസ്കാരം, കല, ഉൽപ്പന്നങ്ങൾ എന്നിവ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനും പ്രാദേശിക ഉള്ളടക്ക സൃഷ്ടാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കുടുംബങ്ങളോടൊപ്പമുള്ള യാത്രകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പഠന സന്ദർശനങ്ങളും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കൂടുതൽ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.
പ്രസംഗത്തിന്റെ സമാപനത്തിൽ ഇന്ത്യയുടെ ഭാവി യുവജനങ്ങളുടെ കരങ്ങളിലാണെന്ന ഉറച്ച വിശ്വാസം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. വികസിത രാഷ്ട്രത്തിന്റെ നിർമ്മാതാക്കളും അതിന്റെ നേട്ടങ്ങൾ ഏറ്റുവാങ്ങുന്നവരും യുവതലമുറ തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വെല്ലുവിളികളെ നേരിട്ട് മനസ്സിലാക്കി അവയ്ക്കുള്ള പരിഹാരങ്ങളിൽ യുവാക്കൾ പങ്കാളികളാകുമ്പോൾ ഇന്ത്യയുടെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.